പ്രിയ കൂട്ടുകാരെ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, സന്തോഷമാണല്ലോ. ഞാനൊരു കഥ പറയട്ടെ, ഒരു കൊച്ചു കഥ പറയട്ടെ. അതായത് ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹം ഭിക്ഷയാചിച്ച് നടന്നു. ആ ഭിക്ഷയാചിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന ഭക്ഷണവും എല്ലാം വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കും. ഈ ഭിക്ഷക്കാരൻ എന്നും ഭിക്ഷയാചിച്ചിട്ട് മധ്യാഹ്നമാകുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ വന്ന് വിശ്രമിക്കും. ഒരു ദിവസം അതുവഴി വന്ന ഒരു മുതലാളി ആ ഭിക്ഷക്കാരന്റെ അടുക്കൽ വന്നു ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭിക്ഷക്കാരനാണ്, ഭിക്ഷയാചിക്കുന്ന ആളാണ്. എന്റെ വേഷം കണ്ടാൽ അങ്ങേക്ക് മനസ്സിലാകുന്നില്ലേ? ഭിക്ഷയാചിച്ച് ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നു, അവരെ പരിചരിക്കുന്നു. എനിക്ക് വേറെ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എനിക്ക് ഒരു ജോലിയും ആരും തരുന്നില്ല എന്ന് ആ ഭിക്ഷക്കാരൻ ആ മുതലാളിയോട് പറഞ്ഞു. ആ മുതലാളി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇന്ന് മുതൽ ഭിക്ഷ എടുക്കണ്ട, നിങ്ങൾക്ക് ഞാൻ 5 ഏക്കർ ഭൂമി തരികയാണ്. ആ ഭൂമി എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായ ഭൂമിയാണ്. നിങ്ങൾ അവിടെ പോയാൽ മതി, അവിടെ നിറയെ കായ്ഫലങ്ങൾ കായ്ച്ചു നിൽക്കുന്നത് കാണാം, നിറയെ പച്ചക്കറികൾ നിൽക്കുന്നത് കാണാം, നിങ്ങൾക്ക് പച്ചയായ എല്ലാം കാണാം. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഞാൻ തരുന്ന 5 ഏക്കർ വസ്തു എന്റേതാണ്, കൃഷി ചെയ്തിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ പരിചരിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു പരിചാരകൻ ായിട്ട് നിൽക്കുക മാത്രമല്ല, അന്നുള്ളത് നിങ്ങൾ അതിനെ ശേഖരിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. വിറ്റിട്ട് 90 രൂപ നിങ്ങൾ എടുക്കുക, 10 രൂപ എനിക്ക് തരിക. 1000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 900 രൂപ നിങ്ങൾ എടുക്കുക, 100 രൂപ എനിക്ക് തരിക. 1,00,000 രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 90,000 രൂപ നിങ്ങൾ എടുക്കുക, എനിക്ക് 10,000 രൂപ തരിക. ഇങ്ങനെ 10-1 മാത്രം നിങ്ങൾ എനിക്ക് തരിക, ബാക്കി നിങ്ങൾ പരിപാലിക്കുന്നതിന് എടുത്തുകൊള്ളുക. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ചെന്നു നോക്കുമ്പോൾ പച്ചയായി നിൽക്കുന്ന ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ. അദ്ദേഹം സന്തോഷം കൊണ്ട് മതിമറന്നു. തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല. അദ്ദേഹം സന്തോഷവാനായി വീട്ടിലെത്തി. തന്റെ ഭാര്യയോട് മക്കളോട് ഒക്കെ പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ അദ്ദേഹം ആ തോട്ടം പരിപാലിച്ചു. 5 ഏക്കർ പരിപാലിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്തു. വൈകുന്നേരമാകുമ്പോൾ അതിന്റെ ഫലം എല്ലാം ശേഖരിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും കൃത്യമായും 10-1 ആ മുതലാളിക്ക് എത്തിച്ചു കൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ആ കർഷകൻ, ആ ഭിക്ഷക്കാരൻ ഇപ്പോൾ ധനികനായി, വലിയ കോടീശ്വരനായി, കാറും ബംഗ്ലാവും ഒക്കെയായി എല്ലാമായപ്പോൾ ആ ധനികനായ മനുഷ്യനൊരു ചിന്ത, മനസ്സിലൊരു ചിന്ത വന്നു. നമുക്കൊക്കെ വരുന്നത് പോലെ ആ മനുഷ്യനും ആ കർഷകനും ഒരു ചിന്ത വന്നു. ചിന്ത മറ്റൊന്നുമല്ല, ഈ കൃഷിഭൂമി അദ്ദേഹത്തിൻ്റെതാണ്, മുതലാളിയുടേതാണ്. ഇതെല്ലാം നട്ടത് മുതലാളിയാണ്, പക്ഷെ പരിപാലിക്കുന്നതാരാ? ഞാൻ അല്ലയോ? പരിപാലിക്കുന്നത് ഞാനാണ്. മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതാരാ? ഞാൻ. പിന്നെ എന്തിനാണ് ഈ മുതലാളിക്ക് ഞാൻ 10% കൊടുക്കുന്നത്? അതിന് അദ്ദേഹം അർഹനല്ല. അന്ന് മുതൽ അദ്ദേഹം മുതലാളിയെ കാണാൻ പോകാതെയായി. കുറെ ദിവസം കാണാതെയായപ്പോൾ ആ മുതലാളി ഈ കർഷകന്റെ അരികിൽ വന്നു. നോക്കുമ്പോൾ കൂറ്റൻ ബംഗ്ലാവ്, നിറയെ കാറുകൾ, മക്കളെല്ലാം നല്ല വസ്ത്രം ധരിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന ആ പഴയ ഭിക്ഷക്കാരനെ മുതലാളി കണ്ടു. മുതലാളി ചോദിച്ചു, എന്തേ നിന്നെ എൻ്റെ അരികിലേക്ക് കാണാനില്ല? നീ ഇപ്പോൾ എനിക്ക് 10-1 തരുന്നില്ല, നീ എവിടെയാണ് എന്ന് ചോദിച്ചു. ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, ആ ധനികനായ ഭിക്ഷക്കാരൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ കാണാൻ വരാനിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഈ ഭൂമി, ഈ കൃഷിസ്ഥലം, ഈ ഭൂമി നിങ്ങളുടേത് അല്ലയോ? അതെ, എന്റേതാണ്. ഈ കൃഷി ചെയ്തത് നിങ്ങളാണ് അല്ലയോ? അതെ, ഞാനാണ്. അപ്പോ ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാരാ? നിങ്ങൾ തന്നെയാണ്. പരിപാലിക്കുന്നതാരാ? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തിന് 10-1 തരണം? ആ മുതലാളി ചിരിച്ചു. അതെ, ആ മുതലാളി മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം ഈ ഭൂമിയിലെ സകല നന്മകളും നമുക്ക് തന്നിരിക്കുന്നു.
കർത്താവായ ദൈവം, പിതാവായ ദൈവം, അത്യുന്നതനായ ദൈവം ഇങ്ങനെ പറയുന്നു, നിന്റെ ആദ്യ ഫലം നീ എനിക്കായി കൊണ്ടുവരിക. നിന്റെ മൃഗങ്ങളിൽ നിന്നായാലും നിന്റെ വയലിലെ സമ്പത്തിൽ നിന്നായാലും എന്തിൽ നിന്നായാലും നിന്റെ ആദ്യ ഫലം എനിക്ക് കൊണ്ടുവരിക. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകണം. എത്ര പേരാണ് അതിന് തയ്യാറായിട്ടുള്ളത്? നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? ഈ ഭൂമി കാണുന്നതെല്ലാം നമുക്ക് തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നമുക്ക് കിട്ടുന്നതിൻ്റെ വെറും 10 കൊടുക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം എവിടെ വന്നാ കാശ് വാങ്ങുന്നതെന്ന്. ദൈവം കാശ് വാങ്ങും. നിങ്ങൾക്ക് കാണാം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഭ്രാന്ത് പിടിച്ച മനുഷ്യരെ, രോഗികളായ മനുഷ്യരെ, നിരാലംബരായ മനുഷ്യരെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവരെ, വീട്ടിൽ കയറിക്കിടക്കാൻ വീടില്ലാത്തവരെ, ഇങ്ങനെ നിത്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ട്. അസ്ഥിപഞ്ചരമായ രോഗികളെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ചെയ്യുന്നത് നമ്മുടെ കർത്താവിന് ചെയ്തതാണ്. നീ ഒരു ദരിദ്രൻ എന്ത് ചെയ്തുവോ അത് എനിക്ക് ചെയ്തുവെന്ന് ദൈവം പറയുന്നു. അതെ, എല്ലാം തന്ന ദൈവത്തിനായി നമ്മുടെ 10 ദശാംശം കൊടുക്കാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.